ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്താണ് കാര്യമെന്ന്. അതേ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, ഡയറ്റ് എടുക്കണം, കഴിഞ്ഞു, എനിക്ക് ഹോട്ടൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, മതി, നിർത്തി. അന്നേരം തന്നെ നമ്മുടെ എല്ലാ കോൺഫിഡൻസ് അവിടെ തീരും. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എങ്ങനെയാണ് മുന്നേ ചെയ്തത്, എന്താണ് ഞാൻ ചെയ്തത്, സെയിം അതേ റൂട്ടീൻ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഖത്തറിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ഏകദേശം ആവാറായി. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 6 മന്തോളം ഞാൻ എൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കി, അൽക്കൂറുള്ള സമയത്ത്. അതിനുശേഷം ഞാൻ എന്ന് ദോഹയിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കാതെയായി. എന്നെ കാണുന്നവരെല്ലാം എന്നെ അറിയുന്നവരൊക്കെ പറയും, രേഷ്മ എത്ര നന്നായിട്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ രേഷ്മക്ക് അതിനെപ്പറ്റി യാതൊരു കോൺഷ്യസും ഇല്ല, ഒരു അവയർനെസ്സും ഇല്ല എന്ന് പറഞ്ഞു. സത്യമാണ്. ഞാനിപ്പം എൻ്റെ ബോഡിയെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കാറ്. ഞാൻ എന്ത് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് വർക്കൗട്ട് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, സ്കൂളിൽ ജോലി കിട്ടിയതിന് ശേഷം വർക്കൗട്ട് എന്ന് പറയുന്ന സംഭവം എനിക്കില്ല. ബട്ട് ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് എ റൈറ്റ് ടൈം ടു വർക്കൗട്ട് ആൻഡ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ബോഡി. അപ്പം ഞാൻ അത് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പിന്നോട്ടില്ല. ഇനി ഞാൻ പിന്നോട്ട് പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ XXL എത്താറായി. XXL എത്തിക്കഴിഞ്ഞാൽ അറിയാലോ എന്താണ് പ്രശ്നം എന്ന്. ഇവിടെ കംഫർട്ട് സോണാണ്, എല്ലാ ഡ്രസ്സും അവൈലബിൾ ആണ്. ബട്ട് എനിക്ക് അങ്ങനെ പോയാൽ പറ്റില്ല. കാരണം എൻ്റെ XXLും എൻ്റെ XLും എൻ്റെ ലാർജ് ഡ്രസ്സൊക്കെ ഇവിടെ കിടക്കുകയാണ്. എനിക്കതൊക്കെ ഇടണം, എനിക്കതൊക്കെ തിരിച്ച് അതിലേക്ക് വരണം. ഇപ്പം എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറയുന്നത്, വയറ് നന്നായിട്ട് ചാടിയിട്ടുണ്ട്, ബട്ടക്സ് ഉണ്ട്, സൈഡ് ഫാറ്റ് ഉണ്ട്, തൈസ് ഉണ്ട്. അപ്പം ഈ 4 കുറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ബാക്ക് ടു കംഫർട്ട്. പിന്നെ ഇപ്പോൾ ഉള്ള എൻ്റെ 89 ഉള്ള വെയിറ്റ് ഒരു 70 ആക്കണം. ഒരുപാട് അങ്ങ് മെലിഞ്ഞ് കവിളൊക്കെ ഒട്ടി പണ്ടത്തെ പോലെ ആവണ്ട, ബട്ട് സ്റ്റിൽ ആ ഒരു ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തായാലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് ജിമ്മിന് പോകാനുള്ള ടൈമൊന്നും എനിക്കില്ല. സോ പറ്റുന്ന പോലെ എൻ്റെ കൂടെ ചേർന്ന് എൻ്റെ കൂടെ തന്നെ വർക്കൗട്ടും കൂടെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കറിയാം ഞാൻ ഒരുപാട് മുന്നേ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. 3 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതാണ്, ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നതാണ്. എല്ലാം നമുക്ക് താളം തെറ്റി കിടക്കുകയാണ്. എത്ര പേര് ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഓൺലൈൻ ക്ലാസ് ഉണ്ടോ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സമയക്കുറവ് മൂലം മാത്രമാണ് എനിക്ക് ആ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എബൌട്ട് 38 ഇയേഴ്സ് ഓൾഡ് ആണ്. സോ ഞാനത് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് നന്നായിട്ടുണ്ട്. എൻ്റെ മടി കാരണവും എനിക്ക് ഫുഡിനോടുള്ള ആർത്തിയും കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്താ പറയുക, ഒരുപാട് കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. എനിക്കൊരു പോർഷൻ കൺട്രോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഞാൻ അഡിക്റ്റ് ആയിരുന്നു. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് എൻ്റെ ബോഡിയിൽ ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയത്. പോരാത്തതിന് വർക്കൗട്ടും ഇല്ല. ഞാനങ്ങനെ ഇന്ന് ഹെവി വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് ചെയ്തപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നു. എൻ്റെ മനസ്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 3 മന്താണ്. ഓക്കെ, അതിനിടയ്ക്ക് നമുക്ക് ചീറ്റ് ഡേ എടുക്കാം, പല കാര്യങ്ങളും ഞങ്ങൾക്ക് എടുക്കാം. പറഞ്ഞ് എനിക്കിപ്പോൾ സൺഡേ സ്കൂൾ ഓർക്കാറായി. അപ്പം ഞാൻ എങ്ങനെയാണ് ജോലിൻ്റെ ഇടയിലും എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളും എൻ്റെ വീട്ടുകാര്യങ്ങളും എൻ്റെ വർക്കൗട്ടും എങ്ങനെ കൊണ്ടുപോകുന്നു, അതേ രീതിയിലും നിങ്ങളും എൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യില്ലേ? നിങ്ങൾ ജോയിൻ ചെയ്താലേ എനിക്കും ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് കുറച്ചും കൂടി ഒരു പവർ കൂട്ടണമെങ്കിൽ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ കാര്യങ്ങളും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് പകുതിക്ക് വെച്ച് നിർത്താനുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചീറ്റ് ഡേ എടുക്കാം, ബർഗർ കഴിച്ചോളൂ, മന്തി കഴിച്ചോളൂ. ബട്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആ ഒരു വലിയ വില്ലറുണ്ടല്ലോ, അതിലാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഇന്ന് ഇവിടെ തേഴ്സ്ഡേ ആണ്. ഇന്ന് ഞാൻ ചീറ്റ് ഡേ ഒന്നും എടുക്കുന്നില്ല. എന്തായാലും സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഒരു ചീറ്റ് ഞാൻ എടുക്കും. ബട്ട് ബാക്കിയുള്ള ഫുഡ്, അതായത് ചിലപ്പോൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ച് ആയിരിക്കും. അതൊന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് ഡിഫറൻസ് വരുത്താം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. എന്തായാലും വിശേഷങ്ങൾ ഓരോ ദിവസങ്ങളായിട്ടും പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കാം, എന്നാലാണ് അതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരിക. എന്തായാലും പഴയ പഴയ രേഷു ചേച്ചീനെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണണ്ടേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണേ. വെയിറ്റ് ലോസ് ചാലഞ്ചും പിന്നെ നമ്മുടെ അതുപോലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം പ്ലീസ് വാച്ച് ദ വീഡിയോ ആൻഡ് കം ബാക്ക്.
അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കി. നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 90.09 ആണ് എൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല, നമ്മൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. ഞാനൊരു കട്ടൻ ചായ കുടിച്ചു, എന്നിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ സ്കൂളിലേക്ക്. കാരണം എന്തായാലും എനർജി വേണം. ഒന്നും കഴിക്കാതെ സ്കൂളിൽ പോകുമ്പം എനിക്ക് എനർജി കിട്ടത്തില്ല. അപ്പോൾ ദാ മോനെ ഡേ കെയറിൽ വിടുകയാണ്. ഇന്ന് അവർക്ക് സ്കൂൾ തുറക്കുന്നില്ല, അവർക്ക് 6th സ്കൂളൊക്കെ തുറക്കുന്നത്. അപ്പം ഞാൻ എന്താ പോയി, നമുക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കൈയാട്ടോ, അവൾ കാണണ്ട വഴക്ക് പറയും. അതിനുശേഷം നമ്മുടെ ബ്രേക്ക് ടൈം ആയിരുന്നു. ബ്രേക്ക് ടൈമിൽ വീണ്ടും ഞാനൊരു കുറച്ച് കട്ടൻ ചായ, ഞാൻ ഉപ്മാവാണ് കൊണ്ടുപോയത്. അപ്പോൾ കുറച്ച് ഉപ്മാവ് ഞാൻ കഴിച്ചു. അപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ, മോശമാണ്, എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇതായി ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. ഞാൻ ചോറൊക്കെ തലേന്നേ ഞാൻ ഉണ്ടാക്കി വെക്കും, അല്ലാതെ എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല. ബിക്കോസ് ഐ ആം എ സിംഗിൾ പാരൻറ്റിങ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുക കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് ചോറ് ഞാൻ എടുത്തു. എനിക്ക് ചോറ് തിന്നാലേ എനിക്ക് കുറച്ചൊരു എനർജി വരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് ചോറിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ രാത്രിയാണ് കേട്ടോ എല്ലാം സെറ്റാക്കി വെക്കുന്നത്. കുറച്ച് ചിക്കൻ കറി കഴിച്ചു. അതിൻ്റെ കൂടെ ഞാൻ കൂട്ടത്തിൽ കുറച്ച് തൈരും കുറച്ച് ക്യാബേജ് വറവും ഉണ്ടായിരുന്നു. എല്ലാം എടുത്തു, എല്ലാം മിക്സായിട്ട് തന്നെ കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാനിപ്പം ഉച്ചയ്ക്ക് 2-3 ദിവസമായി ഞാൻ ഉറങ്ങാറില്ല. ഞാൻ ഉറങ്ങാതെ തന്നെ എൻ്റെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലെസൺ പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു, അതൊന്ന് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർക്ക് ലോഡ് സ്ട്രെസ്സൊന്നും ഈ സ്കൂളിലില്ല കേട്ടോ. പൊതുവേ കാമാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ അന്നൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. പിന്നെ നോട്ട്ബുക്ക് കറക്ഷനും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ സ്കൂളിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ വർക്ക് വീട്ടിലേക്ക് എടുക്കാറില്ല, കഴിയുന്നതും മാക്സിമം സ്കൂളിൽ തന്നെ ചെയ്യും. സ്കൂളിൽ സിസ്റ്റമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അപ്പോൾ അവിടെ തന്നെ കഴിയുന്നതും ഞാൻ ചെയ്ത് തീർക്കും. കാരണം വീട്ടിൽ വന്ന കുട്ടികളുടെ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ രണ്ടുപേരും ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവരുടെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ചെയ്ത് വേഗം തീർത്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചൊരു ചായ കുടിച്ചാലോ, ചായ കുടിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, പണികളൊക്കെ തീർത്ത് ഞാൻ വേഗം രാത്രി ഉറങ്ങാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതാ ഇത്രത്തോളം എനിക്കുണ്ട്, നന്നായിട്ട് വയറ് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് വാമപ്പ് ചെയ്യാം. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത് വന്നത്, മെസ്സേജ് വന്നത് ക്യാമറ ഫുള്ളാണെന്ന് പറഞ്ഞിട്ട്. സോ കുറച്ച് നേരം ഞാൻ വാക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സ്കിപ്പ് കാണിച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾ എല്ലാവരും പറയും, ഓ നല്ലോണം തടിച്ചല്ലോ, തടിച്ചു കഴിഞ്ഞിട്ട് തടിയൊക്കെ കുറച്ച് മെലിയുമ്പോൾ പറയുമ്പോൾ നല്ലോണം മെലിഞ്ഞല്ലോ. അപ്പം ഇതിലൊന്നും ഞാൻ ഒരു ചെവി കൊടുക്കുന്നില്ല. കാരണം എനിക്കറിയാം ഞാൻ എത്രത്തോളം തടിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് കുറച്ചതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഈ ഒരു തടി ഞാൻ പിന്നിട്ടുണ്ടാക്കിയതാട്ടോ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫാണ് ഞാൻ എൻ്റെ ഈ ബോഡിയിൽ കാണുന്നത്. പക്ഷെ എൻ്റെ ആ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എൻ്റെ ബോഡിയിലാണ്. എൻ്റെ ബോഡിയാണ് എൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ലൈഫ് പിന്നെയും നമുക്ക് എൻജോയ് ചെയ്യാം, പക്ഷേ ബോഡി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് നിങ്ങളൊരു 30 കൗണ്ട്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും കണ്ടിട്ട് ആരും തളരണ്ട, ആരും കളിയാക്കണ്ട, ആരും അസൂയപ്പെടണ്ട. കാരണം ഇതൊക്കെ വിത്തിൻ 6 months വിത്തിൻ 6 months എനിക്ക് കുറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ചീറ്റ് ഡേ എടുക്കും, ഞാൻ പെപ്സി കുടിക്കും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കും. ബട്ട് ഞാൻ പറഞ്ഞല്ലോ റെസ്ട്രിക്ഷൻസ് നന്നായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഏജ് കൂടുന്തോറും നമുക്ക് മെറ്റബോളിസം കുറയും, നമുക്ക് വെയിറ്റ് കുറയാനുള്ള ചാൻസസ് കുറയും. സോ ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം നടക്കും അല്ലേ. അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ 30 കൗണ്ട്സ് വെച്ച് ചെയ്യാം കേട്ടോ.